ട്രെക്കിങ് ഇവിടെന്നാ തുടങ്ങുന്നതെന്നും പറഞ്ഞ് മുഗലിങ് തൊട്ടേ അഫ്നുവിനെ നടത്തിക്കുകയാണ് ഞാൻ. അങ്ങനെയും ഓന്റെ മടിയൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വെച്ച് അങ്ങനെ ബസ്സും ലോറിയും ഒക്കെ ഓടുന്ന മെയിൻ റോഡിലൂടെ വലിയ ട്രക്കർ എന്ന മൈൻഡിൽ നടക്കുകയാണ് പാവം ചെക്കൻ. പോകുന്ന വഴി നല്ല കിടിലൻ കാഴ്ചകളായതുകൊണ്ട് അനാവശ്യ മോട്ടിവേഷൻ കൊടുത്ത് കഷ്ടപ്പെടേണ്ടി വന്നില്ല. രാവിലെ കഴിച്ച ഉപ്പുമാവ് ദഹിക്കാൻ ടൈമായില്ല. അപ്പോഴേക്കും ഓനക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. ഇവനെ കൊണ്ട് നടക്കുന്നത് എനിക്ക് മുതലാവൂല. അത് കഴിഞ്ഞ് താഴെ വെള്ളത്തിൽ എന്തോ കണ്ടിട്ട് അത് എന്താന്ന് അറിയണമെന്ന് ഓൻ ഒരേ വാശി. ഓന്റെ കഴപ്പ് ചില്ലറയൊന്നുമല്ല. അങ്ങനെ താഴേക്ക് ഇറങ്ങി. ഓൻ കണ്ടെത്തിയത് ഓനക്ക് തന്നെ പറയണം. ഓന്റെ കണ്ടന്റ് ആണ് പോലും. നമ്മൾ ആ റോഡിന്റെ മേലെ കൂടി സൈഡ് കൂടി ഇങ്ങനെ നടക്കിയിരുന്നു. ഈ റിവറിന്റെ സൈഡിലുണ്ട് ഒരു പശു ചത്ത് കിടക്കണ്. ഇവിടെ ഇന്നലെ രാത്രി ഒഴുകി വന്നാണെന്ന് തോന്നുന്നുണ്ട്. പശു ചത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ ആരും കണ്ടിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ ആരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾ കണ്ടുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി നോക്കി. ഇതാണ് ഞങ്ങൾ നടക്കുന്ന റോഡ്. ഇതിനിവിടെയാണ് പശു ചത്ത് കിടക്കുന്നത്. വയറൊക്കെ വീർത്തിട്ടുണ്ട്. ഇന്നലെ വന്നാണെന്ന് തോന്നുന്നുണ്ട്. എപ്പോൾ ചത്ത് കിടക്കണമെന്നൊന്നും അറിയില്ല. വയറൊക്കെ നല്ല വീർത്തിക്കണ്. പിന്നെ ഇത്രയും തണുപ്പുള്ള വെള്ളം കൊണ്ട് പീസായി നിൽക്കുകയാണ്. ഉണ്ടോ, നല്ല ഒഴുക്കും കാര്യങ്ങളും ഉണ്ട്. ഈ പാറിന്റെ അടിയിലായതുകൊണ്ട് ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലാതെ. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ജസ്റ്റ് ഇറങ്ങി എന്താ സംഭവം നോക്കാൻ വേണ്ടിയാണ്ട് ഇറങ്ങിയാണ്. പക്ഷെ ചത്തിക്കണ്. ഇവണ്ട് കാര്യമില്ല, ചത്ത് വയറൊക്കെ ഉണ്ടല്ലേ വീർത്ത് നിൽക്കണേ. ഇത് എന്താ അപ്പോൾ ഒത്തിരിയും വെള്ളം ഇത്രയും തണുപ്പുണ്ടായതുകൊണ്ടേ നല്ല പീസായിട്ട് വരുന്നല്ല. നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കൈയൊക്കെ വിറക്കും. അത്രയും